ഹായ്, ഐ ആം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന പാട്ട് ആകാശമാകെ എന്നൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് ബിലഹരി രാഗമാണ്. സ്കെയിൽ നോക്കുമ്പോൾ സി മേജർ സ്കെയിൽ. അപ്പോൾ ബിലഹരി രാഗത്തിൻ്റെ സ്വരസ്ഥാനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സി മേജർ സ്കെയിലിലാണ് ഈ പാട്ടിരിക്കുന്നത്. അപ്പോൾ സി മേജർ സ്കെയിലിൽ പിടിക്കുമ്പോൾ ഇത് സി മേജർ സ്കെയിൽ. അപ്പം സി മേജർ സ്കെയിൽ ഞാൻ പഠിപ്പിച്ചതാണ് അല്ലേ. അപ്പോഴേ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സി മേജർ സ്കെയിൽ എന്ത് രാഗമാണെന്നാണ് പറഞ്ഞത്? ശങ്കരാഭരണം രാഗം അല്ലേ. അപ്പോഴേ ശങ്കരാഭരണം രാഗമാണ്. അതേസമയം മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു വെളുത്ത നോട്ടിലൊക്കെ പാടുന്ന വായിക്കുന്ന എല്ലാ പാട്ടും ശങ്കരാഭരണം രാഗം അല്ല. ഇന്ന് നമ്മൾ എടുക്കുന്നത് ബിലഹരി രാഗമാണ്. ബിലഹരി രാഗം സ്കെയിൽ നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് വന്ന് സി മേജർ സ്കെയിലാണ്. അപ്പോൾ ഈ 10 രാഗങ്ങൾ ഈ ശങ്കരാഭരണം രാഗത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 10 രാഗത്തിനും സ്കെയിൽ പറയുമ്പോൾ സി മേജർ സ്കെയിൽ എന്ന് മാത്രമേ പറയുകയുള്ളൂ. പക്ഷേ രാഗങ്ങളുടെ പേരുകൾ 10 ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ എടുക്കുന്നത് വന്ന് ബിലഹരി രാഗം. ബിലഹരി രാഗത്തിൻ്റെ സ്വരസ്ഥാനം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഷഡ്ജം, ശ്രുതി ഋഷഭം, ആന്തര ഗാന്ധാരം, മധ്യമം ഇല്ല, ആരോഹണത്തിന് മധ്യമം ഇല്ല, പഞ്ചമം, ശ്രുതി ദൈവതം, നിഷാദം ഇല്ല, ഷഡ്ജം. ഇത് ആരോഹണത്തിലില്ല. അവരോഹണത്തിൽ വരുമ്പോൾ ഷഡ്ജം, കാളി നിഷാദം, ശ്രുതി ദൈവതം, പഞ്ചമം, ശുദ്ധ മധ്യമം, ആന്തരഗാന്ധാരം, ശ്രുതി ഋഷഭം, ഷഡ്ജം. ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതാണ് ബിലഹരി രാഗം. അപ്പോൾ ബിലഹരി രാഗത്തിൽ ഈ പാട്ടൊരു ഞാൻ കാണിച്ചു തരാം. ആകാശമാകെ എന്നുള്ള പാട്ട് പഴയ പാട്ടാണ്. അപ്പോൾ ഈ പാട്ടിൻ്റെ ഇത് പോയത് കണ്ട് ഇത് നല്ല സംഗതിയുള്ള പാട്ടാണ് കേട്ടോ. ഞാനപ്പോൾ ഈ സംഗതികളൊന്നും എടുക്കുന്നില്ല, ബിഗിനേഴ്സ് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ആരോഹണം പോയപ്പോൾ എന്താ സംഭവിച്ചത്? മോഹനത്തിൽ കൂടിയപ്പോൾ ഇത് മോഹന രാഗത്തിനാണ് സരിഗ പദസ. അപ്പോൾ ആരോഹണം പോയപ്പോൾ മോഹന രാഗത്തിലേക്ക് പോയിട്ട് അവരോഹണം തിരിച്ചു വന്നപ്പോൾ നിഷാദം വന്നു, ഇത് വന്നു അല്ലേ, മധ്യമം വന്നു. അപ്പം ഒന്നുകൂടി അപ്പം നിങ്ങളെങ്ങനെ എടുക്കണേ ഈ പാട്ട്? അപ്പം നിങ്ങളിത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാൻ ബോർഡിൽ കോഡ്സ് ചെയ്തിട്ടുണ്ട്. ഓർഡറായിട്ടാണ് നമ്മൾ കോഡ്സ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഡ്സ് അല്ല പഠിപ്പിക്കുന്നത്, ഓർഡറായിട്ട് കോഡ്സ് ഓർഡറായിട്ട് എയിൽ നിന്ന് അങ്ങ് പഠിപ്പിക്കുക കേട്ടോ. നമുക്ക് അപ്പോൾ ബോർഡിലേക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 കോഡ്സ് മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എ മേജർ, എ മൈനർ, എ ഡിമിഷ്ഡ്. ഇന്ന് വന്ന് എ ഓക്മെൻറ്റ്, A6, എ മേജർ 6, എ മൈനർ 6. അപ്പോൾ ഇത് കീബോർഡിൽ ഞാൻ വായിച്ച് കാണിക്കാൻ ചിലർ ഒക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ അപ്പോൾ പാട്ടും ഇത് രണ്ടും കൂടി വായിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ കോഡ്സ് ആണോ മിസ് വായിച്ച് കാണിക്കുന്നത്? അങ്ങനെയല്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് മിസ് വന്ന് ഒരു ഒക്ടേവ് ഇറക്കിയാണ് ഇട്ടിരിക്കുന്നത്. കാരണം കോഡ്സ് പലതും മേലോട്ട് പോകുമ്പോൾ പല കുട്ടികളും എന്നോട് പറഞ്ഞു അവർക്ക് വന്ന് ഈ സ്ട്രെച്ചർ ലൈൻ വരുമ്പോൾ വളരെയേറെ കൺഫ്യൂസ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം പിയാനോ നല്ലപോലെ പഠിച്ച കുട്ടികൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മിസ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇത് ഇറക്കിയായിട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് എ ആണ് കേട്ടോ. എ, സി ഷാർപ്പ്, എഫ്. അപ്പോൾ ഇവിടെ എഫിനുണ്ടല്ലോ നമ്മൾ വന്നിട്ട് ഇവിടെ എഫ് അല്ല, അത് ഇ ഷാർപ്പ് എന്നാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ അവിടെ എഫ് ആയിട്ട് ഇട്ടിരിക്കുന്നതാണ്. കാര്യം നമ്മൾ ഈ ഷാർപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർക്കും ഈക്ക് ഷാർപ്പില്ലല്ലോ മിസ് എന്ന്. പക്ഷേ ഈ ഷാർപ്പ് എന്ന് വന്നാൽ നിങ്ങൾ അവിടെ എഫ് നോട്ടിൽ പിടിക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ എഴുതിക്കൊണ്ട് ഈ ഇട്ടിട്ട് ഈ ഷാർപ്പാണ് എഴുതേണ്ടത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺഫ്യൂസ് വേണ്ടതെന്ന് വെച്ചാൽ എഫ് ഇട്ടിരിക്കുകയാണ് കേട്ടോ.
അത് കഴിഞ്ഞ് പിന്നെ എ മേജർ 6 വരുമ്പോൾ ഇത് എഫ് ഷാർപ്പിൽ കൈവെക്കണം, എയിൽ കൈവയ്ക്കുക, സി ഷാർപ്പിലും ഇയിലും കൈവയ്ക്കുക. അപ്പോൾ ഫിംഗർ നമ്പർ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതിൻ്റെ ഫിംഗർ നമ്പറായി കാണിച്ചിരുന്ന 1 3 5 ലെഫ്റ്റ് ഹാൻഡാണ് കേട്ടോ. ഈ ക്ലെഫ് കണ്ടോ, ഇത് ലെഫ്റ്റ് ഹാൻഡാണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഇത് കാണിച്ചിരുന്ന 1 2 4 5 ഇങ്ങനെയാണ് ഫിംഗർ പിടിക്കേണ്ടത്. ഇവിടുത്തെ 5th ഫിംഗർ വന്ന് എഫ് ഷാർപ്പിൽ വെച്ചിട്ട് 4th അങ്ങനെ വരുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് ഫിംഗർ വന്ന് ഇതിൽ ഇയിൽ വരും, ഇയിൽ വന്നിട്ട് സെക്കൻഡ് ഫിംഗർ സി ഷാർപ്പിൽ പോകും, തേർഡ് ഫിംഗർ 4th ഫിംഗർ എയിൽ വന്നിട്ട് 5th ഇങ്ങനെയാണ് വരുന്നത്. അത് നിങ്ങൾക്ക് പിന്നെ മാറ്റം വരുത്തണേ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ചില കുട്ടികളുടെ ഫിംഗർ ഇവിടം വരെ എത്തുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാം. 5th വരെ 4th പിടിക്കും, അഡ്ജസ്റ്റ് ചെയ്യാം. ഇതും അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ മേജർ 6 വന്ന് 2 ഷാർപ്പ് വന്നു അല്ലേ, പക്ഷേ മൈനർ 6 വന്ന് 1 ഷാർപ്പാണ് വരുന്നത്. അതായത് എഫ് ഷാർപ്പ് മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം വൈറ്റ് നോട്ടാണ് കേട്ടോ. അതാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. ഇതിൻ്റെ അകത്ത് ആർക്കെങ്കിലും കൂടുതൽ സംശയമുള്ളവർക്ക് എപ്പോഴും മിസ്സിനെ നേരെ വിളിച്ച് ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം മിസ്സിനെ വിളിച്ച് ചോദിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതി പഠിക്കുക, ബോർഡിൽ എഴുതിയത്. സമയം എടുത്ത് പഠിക്കണം കേട്ടോ. കോഴ്സ് പഠിക്കുമ്പോൾ കുറച്ച് സമയം എടുത്ത് പഠിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിന് ഇനിയൊരു പാട്ടുമായിട്ട് കാണാം. ബൈ.